ഹായ് ഹലോ. ഇന്ന് ഞാൻ നല്ലൊരു അടിപൊളി സാധനം കൊണ്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമ്മൾ അവരക്കക്കുരു എന്നൊക്കെ പറയേ, റെഡ് ലെയർ ബീൻസ്, റെഡ് ഡബിൾ ലെയർ ബീൻസ് എന്നൊക്കെ ഇതിനെ പറയാറുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് തേങ്ങയൊക്കെ വറുത്തരച്ചിട്ട് നല്ല അടിപൊളി കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഇതൊരു 5-6 മണിക്കൂർ കുതിർത്ത് വെക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടത് എല്ലോട് കൂടിയിട്ടുള്ള ഒരു 3-4 പീസ് ഇറച്ചിയുടെ കഷ്ണമാണ് കേട്ടോ. അത് ബീഫായാലോ ചിക്കനായാലോ മട്ടനായാലോ കുഴപ്പമില്ല. ഞാനിവിടെ ബീഫിൻ്റെ പീസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു തക്കാളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു കുടം വെളുത്തുള്ളി, ഒരു വലിയ ഉള്ളി കേട്ടോ, പിന്നെ 2 പച്ചമുളക്. ഇത് നമ്മൾ ഉണ്ടാക്കുന്നതനുസരിച്ചിട്ട് മാറ്റം വരും കേട്ടോ. നമ്മൾ എത്രയാണോ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചിട്ട് വേണം സാധനങ്ങൾ എടുക്കാൻ. ഇതൊക്കെ നല്ലപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഈ കുക്കറിലാണ് റെഡിയാക്കുന്നത്, അപ്പോൾ പെട്ടെന്ന് റെഡി ആയിക്കോളാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കണേ. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഉള്ളി നല്ലപോലെ വാടി വന്നതിന് ശേഷം മാത്രം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച തക്കാളിയും പച്ചമുളകും ഇട്ടിട്ട് നല്ലപോലെ ഒന്നും കൂടി വഴറ്റിയെടുക്കണേ. നമ്മളെ ഹെൽത്തിനൊക്കെ പറ്റിയ നല്ല അടിപൊളി സാധനമാണ് കേട്ടോ ഈ ഡബിൾ ബീൻസ്. ഇതിൽ വിറ്റാമിൻസും മിനറൽസും ഫൈബറൊക്കെ നല്ലപോലെ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഡയറ്റൊക്കെ നോക്കുന്നവർക്ക് നല്ലതാണ്. പിന്നെ നമ്മൾ ഈ ചതുക്കി വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയില്ലേ, അത് ഇട്ടിട്ടൊന്ന് നല്ലപോലെ വഴറ്റണേ. പിന്നെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണേ. നല്ലപോലെ വഴറ്റി അതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുമ്പില്ലേ, നമ്മൾ നേരത്തെ മാറ്റി വെച്ചില്ലേ ആ എല്ലോട് കൂടിയിട്ടുള്ള ബീഫിൻ്റെ പീസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിന് നല്ല വേവിലുണ്ട്. ആദ്യം ഒരു 3-4 വിസിലടിച്ചിട്ട് ഒന്നും കൂടി വേവിച്ചെടുക്കണേ. ചിക്കനൊക്കെ ആണെങ്കിൽ രണ്ടും കൂടി ഒരുമിച്ചിട്ടാൽ മതി കേട്ടോ. ബീൻസും ഇതും കൂടി ഒരുമിച്ചിട്ടാൽ മതി. ഇപ്പം ബീഫാണല്ലോ, അപ്പോൾ അതിൻ്റെ നല്ല വേവിലുണ്ട്. ഞാനൊരു 2-3 വിസിലിന് ആദ്യം വെക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് ഇത് മുങ്ങിക്കിടക്കാൻ മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മൾ എത്രയാണോ എടുക്കുന്നത് അപ്പോൾ അത് മുങ്ങിക്കിടക്കാൻ മാത്രം കേട്ടോ. എന്നിട്ട് 2-3 വിസിലിന് വെക്കുക. ഞാനിതിലേക്ക് ഉപ്പിട്ടിട്ടുണ്ട്, പക്ഷേ ഉപ്പിടുന്ന വീഡിയോ എടുക്കാൻ വിട്ടുപോയി കേട്ടോ. പിന്നെ നമുക്കിതിന് വേണ്ടിയിട്ട് ഒരു അരപ്പ് തയ്യാറാക്കണേ. അതിനായിട്ട് ഞാൻ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ പെരിഞ്ചീരകം, 2 ചെറിയ ഗ്രാമ്പു എടുത്തിട്ടുണ്ട്, 2 കഷ്ണം പട്ട, ചെറിയൊരു കഷ്ണം പട്ട, ഒരു 2 ചെറിയ ഉള്ളി, അതും ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. തേങ്ങ തീ കുറച്ച് വെച്ചിട്ട് വേണം വറുത്തെടുക്കാൻ. കണ്ട ഒരു ബ്രൗൺ കളറായിട്ട് വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. തീ കുറച്ചിട്ട് നല്ലപോലെ ഒന്ന് കളർ മാറി വരുന്നവരെ ഒന്ന് വറുത്തെടുക്കണേ. ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ചൂടൊന്നാറിയിട്ട് മിക്സീൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് കുറച്ചൊരു വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കണേ. ബീഫൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ച ബീൻസ് ഇട്ടിട്ട് ഒരു 2 വിസിലിന് വെച്ചാൽ മതി കേട്ടോ. നേരത്തെ തന്നെ കുതിർത്ത് വെച്ചോണ്ട് അത് പെട്ടെന്ന് തന്നെ വെന്ത് വന്നോളേ. നമുക്കിത് ബീൻസ് വെന്തതിന് ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ബീൻസ് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണേ. ഇപ്പോൾ ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പൊക്കെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതിയേ. ഇനി ഒരു തിള വന്നതിന് ശേഷം നമുക്കിത് ഇറക്കി വെക്കുക കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കാത്തവർ ഒന്ന് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. എല്ലാവർക്കും ഇഷ്ടം കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.